ഈരടി ഉണ്ടാക്കിയിട്ട് പോച്ചിയൊക്കെ വെച്ചത് ആരപ്പ നിങ്ങളെല്ലാം കൂടി ചോദിച്ചില്ലേ? നിങ്ങളാരാ ഉത്തരം നിങ്ങളാരാ അന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞ സഖാക്കളാണപ്പ? ഇപ്പോഴോ മനസ്സിലായല്ലോ ആരാണെന്ന്. ആരാ? KC വേണുഗോപാലിനാണപ്പ എന്ന ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ വർത്താനമില്ല, മുണ്ടാട്ടുമില്ല, ഒരു ചാനലിലും മുണ്ടാട്ടുമില്ല, ചർച്ചയുമില്ല, ഒരു യുദ്ധമില്ല, അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്നത് വലിയ വാർത്ത. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത്. അപ്പം തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച PS പ്രശാന്തിൻ്റെ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കൃത്യവിലോപങ്ങളും തീരുമാനങ്ങളും അന്വേഷിക്കാതെ, അതുപോലെ തന്നെ വൻ തോക്കുകളിലേക്ക് മുൻ മന്ത്രിമാരിലേക്ക് ഇപ്പോഴത്തെ മന്ത്രിയിലേക്കും അന്വേഷണം നീളാതിരിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് വളരെ വ്യക്തമാവുകയാണ്. ശബരിമല തന്ത്രിയുടെ അറസ്റ്റ് സർക്കാരിൻ്റെ പകപോക്കലാണ് എന്ന വാദത്തിന് ബലമേറുകയാണ്. പ്രതിപക്ഷം അത് ആയുധമാക്കുകയാണ്. തന്ത്രി കണ്ഠരർ രാജീവർക്ക് ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് SIT. തന്ത്രിക്ക് ജാമ്യം അനുവദിച്ച കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് കേസിന് തിരിച്ചടിയായെന്ന് SIT തന്നെ സമ്മതിക്കുന്നു. അതേസമയം ഇപ്പോഴും തന്ത്രിയെ തള്ളുകയാണ് CPM. തന്ത്രിയെ പെരുൻകള്ളന്മാരുടെ പട്ടികയിൽ ചേർത്ത് വയ്ക്കുന്നു MV ഗോവിന്ദൻ. ജാമ്യം അനുവദിച്ച കൊല്ലം വിജിലൻസ് കോടതി വിധിയിൽ അസാധാരണത്വമുണ്ടെന്നാണ് നിയമമന്ത്രി P രാജീവ് കണ്ടെത്തിയത്. ഒരു ജാമ്യ ഉത്തരവ് എന്നതിലുപരി കേസിൻ്റെ അവസാന വിധി പോലെ കോടതി പരാമർശങ്ങൾ തോന്നി എന്ന് നിയമമന്ത്രി പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയെ കുടുക്കിയതാണോ? തന്ത്രിയുടെ അറസ്റ്റ് യുവതീ പ്രവേശനം തടഞ്ഞതിലെ പകപോക്കലാണോ? കീഴ്ക്കോടതി വിധി സർക്കാരിനെ വെട്ടിലാക്കിയോ? 18-ാം പടിയിൽ പതറി വീണോ പിണറായി വിജയൻ സർക്കാർ? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയമാണെന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ പീതാംബരൻ പള്ളുരുത്തിയിൽ നിന്ന് ചേരുന്നു. ശ്രീ പീതാംബരൻ, ഇവിടെ കോടതി വിധി ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ഒരു കണിക പോലും തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിധി പുറത്തു വന്നിരിക്കുന്നത്. ശരി, ഞാൻ പീതാംബരനിലേക്ക് വരാം. വിനുകുമാരൻ, ശ്രീ വിനുകുമാർ. ഹലോ. ഒരു തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് കോടതി വിധിയിൽ വ്യക്തമാക്കുന്നത്. ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് കരുതേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും സർക്കാരിനെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുക തന്നെ ചെയ്യും. കാരണം സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പ് അനുസരിച്ച് നിൽക്കുന്നതാണ് SIT എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ സംഘം. അപ്പൊ ആ സംഘം തന്നെ പറഞ്ഞിരിക്കുകയാണ്, ആ സംഘത്തിന് തെളിവ് കോടതിക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോടതി പൂർണ്ണമായിട്ടും തന്ത്രിക്കെതിരെ ഒരു തെളിവും ഇല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ഭഗവാന്റെ ഒരു ഇതായിട്ട് തന്നെ, അതായത് അയ്യപ്പസ്വാമിയുടെ ഒരു പ്രതിരൂപമായിട്ട് തന്നെ കാണുന്ന ഒരു മനുഷ്യ വ്യക്തിയാണ് തന്ത്രി എന്ന് പറയുന്നത്. ശ്രീകോവിലിനകത്ത് എപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും ഈ താഴമൺ കുടുംബത്തിനെ അത്രത്തോളം പിന്നെ അയ്യപ്പ ഭക്തന്മാർ കേരളത്തിൽ അത്രത്തോളം ഈ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് തന്ത്രി. അത് തന്ത്രി ആരായിക്കോട്ടെ. പക്ഷെ ആ തന്ത്രിയുടെ കയ്യിൽ ഒരു തെളിവും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ തന്ത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്ത്രി ഇത്രയും ദിവസം ഒരു തന്ത്രിയെ പോലെ കേരളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായ ഒരു തെളിവ് ഈ SITക്ക് ഉണ്ടാകണമായിരുന്നു. അത് കോടതിയെ, അതിനപ്പുറം ഈ വിശ്വാസി സമൂഹത്തെ ഒക്കെ ബോധ്യപ്പെടുത്താനുള്ള വലിയ ഉത്തരവാദിത്വം ഈ അന്വേഷണ സംഘത്തുണ്ടായിരുന്നു. പക്ഷേ ഇത് മന്ത്രിയെ രക്ഷിക്കാനാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണം ഉയർന്നു. അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അവിടെയാണ് സാറെ പാളിപ്പോയിരിക്കുന്ന ഈ മന്ത്രിസഭയ്ക്കും പിണറായി വിജയനും പാളിപ്പോയിരിക്കുന്ന ഒരവസ്ഥ അവിടെയാണ്. അതായത് ആദ്യകാലത്ത് ഈ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടി പോലീസ് സംവിധാനം ഉപയോഗിച്ചും കൊണ്ട് അന്നത്തെ സർക്കാർ സ്ത്രീ പ്രവേശനത്തെ അനുകൂലമായി നിന്ന ഒരു കളങ്കം മാറ്റിക്കൊണ്ട് വരുമ്പോഴാണ് ഈ തന്ത്രിക്കെതിരായിട്ട് ഒരു തെളിവില്ല എന്ന് പറയുമ്പോഴത്തേക്ക്
ഈ ഭഗവാന് തുല്യമായിട്ട് കേരളത്തിലെ ആരാധകർ കാണുന്ന ഒരു മനുഷ്യനെ 10-40 ദിവസം തുറുങ്കലിൽ അടയ്ക്കുകയും ആ മനുഷ്യൻ വെളിയിലിറങ്ങി വരികയും ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ഒരു പ്രകരമേറ്റിരിക്കുകയാണ്. അത് പക്ഷേ ഈ സാമാന്യ ജനതയുടെ മുമ്പിൽ പ്രകടമായിട്ടില്ലെങ്കിൽ പോലും അത് മനസ്സിലുണ്ടാവും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭയങ്കരമായ ഒരു തിരിച്ചടി തന്നെ വരാൻ പോകുക എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമുക്കിന്ന് ധാരാളം പ്രേക്ഷകരുണ്ട്. ഷിജു എന്നോടൊപ്പം പിന്നെ സ്ഥിരം നമ്മുടെ പ്രേക്ഷകനാണ്. അപ്പോൾ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നുണ്ട്. പ്രവീണ് ബിഗ് ടി വിയിലേക്ക് പോയോ എന്ന് എന്നോട് ചോദിക്കുന്നു. ഇല്ലില്ല, ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, പ്രവീൺ അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഈ പൊതുവേദി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവീൺ ഇത് കേൾക്കുന്നുണ്ടല്ലോ, ബിഗ് ടി വിയിലേക്ക് പോയോ എന്നാണ് സംശയം. അപ്പോൾ അങ്ങനെയില്ല. അപ്പോൾ ഞാനൊരു ദിവസം പറഞ്ഞു പ്രവീണ നമ്മുടെ പൊതുവേദിയിലേക്ക് ഒരു ദിവസം വന്ന് പ്രേക്ഷകരുടെയൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന്. പക്ഷേ പ്രവീണ നാണം കാരണം വന്നില്ല. ഏതായാലും പ്രദീപ് ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നു. പ്രദീപ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രദീപ് ഈ കോടതി വിധി എങ്ങനെ വായിച്ചെടുക്കും? ഇത് സർക്കാരിനെതിരെയുള്ള സംശയം ബലപ്പെടുത്തുന്നുണ്ടോ? ഒരു സംശയമില്ല, സർക്കാരിന്റെ എതിരെയുള്ള കേസ് തന്നെ. ആ തന്ത്രിയെ പിടിച്ച് വല്ല ആവശ്യമുണ്ടോ? തന്ത്രിയുടെ പേര് 2 കോടി രൂപ. തന്ത്രിക്ക് 100 ക്ഷേത്രങ്ങളിൽ താന്ത്രിക സ്ഥാനമുള്ള ആളാണ്. 2 കോടിയോ 3 കോടി കിട്ടുന്ന തന്നെ കുഴപ്പം. ആ പാവത്തിനെ പിടിച്ച് 10-90 വയസ്സുള്ള ഒരു കാരണവരെ പിടിച്ചകത്താക്കി. അതിന്റെ പാവം കൂടി ഇങ്ങനെ കിട്ടും. വ്യക്തമാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് കൂടി എന്നോടൊപ്പം ചേരുകയാണ്. നമുക്ക് ഇന്ന് ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് എങ്ങനെ സർക്കാരിന് ഇതിൽ നിന്ന് കരകയറാൻ കഴിയുമോ? ഇത് പറഞ്ഞു നിൽക്കാൻ കഴിയുമോ? ഇത് കോടതി ഉത്തരവിട്ട SIT തങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് പറയാൻ കഴിയുമോ? അതിപ്പോൾ MP ഗോവിന്ദൻ പറയുന്നത് പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണ് എന്നൊക്കെ അങ്ങ് പറയുകയാണ്. അപ്പോൾ അതിന് വിധിയുടെ ഒരു കണിക പോലും അതിലില്ല എന്ന് വിധിയിൽ വളരെ വ്യക്തമായി പറയുകയാണ്, തെളിവില്ലെന്ന്. ഒരു ഉത്തരം 4-നാണ് പോറ്റിയെ അറസ്റ്റ് ചെയ്യണത്. പിന്നെ 41 ദിവസം പോറ്റി അകത്തും കിടന്ന്. ഇതൊക്കെ ഒരു നിമിത്തമാണ്. പിന്നെ ഈ പോറ്റിയെ പിടിച്ച് അകത്താക്കിയത് എന്തായാലും മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ള യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം ഉറപ്പാണ് പക്ഷേ, നിങ്ങൾ മനസ്സിലാക്കിയോ, തന്ത്രിയെ കൂടുതൽ ആരും വെള്ള പൂശാൻ വേണ്ടി നോക്കണ്ട. തന്ത്രി ഇതിൽ ചെറിയ രീതിയിലെങ്കിലും പങ്കാളിയാണ്. അതുകൊണ്ട് അയ്യപ്പൻ കൊടുത്ത പണി തന്നെയാണ് തന്ത്രിക്ക് ഇത്രയും ദിവസം കിടക്കേണ്ടി വന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, പക്ഷേ ഈ കോടതി വിധിയിൽ പറയുന്നത് ഒരു തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു പരാജയം അവർക്ക് സംഭവിച്ചോ? ഈ പിടിച്ചു കൊണ്ടുപോയ പാർട്ടിക്കാരായിട്ടുള്ളവരുടെ പേരിൽ എന്ത് തെളിവ് ഹാജരാക്കി, എന്താക്കി? അവർക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ തന്ത്രി അകത്താക്കിയെന്നുള്ള ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമല്ല. പക്ഷേ ഒരു വീട്ടിന്റെ നാഥനായിട്ടുള്ള മനുഷ്യനാണ് അങ്ങേര്. ഞാനൊരു എന്റെ വീട്ടിലൊരു നാഥനായിട്ടുള്ള ആളാണ് ഞാൻ. ഇവിടെ എന്തെങ്കിലും അനിഷ്ടം നടക്കണമെന്നുണ്ടെങ്കിൽ ഞാനും അറിഞ്ഞിരിക്കണം. ഇല്ലെന്ന് താങ്കൾക്ക് പറയാമോ? അല്ല, ഇതിൽ പക്ഷെ കോടതി വിധിയിൽ അങ്ങനെയല്ല വ്യക്തമാക്കുന്നത്. കോടതി വിധി പറയുന്നത് അങ്ങനെ അതിനൊരു അനുവാദം കൊടുക്കുക, ദേവസ്വം ബോർഡിന്റെ പൊതു തീരുമാനങ്ങൾക്ക് മുകളിൽ തന്ത്രിക്ക് അങ്ങനെ ദീർഘകാലം ഇരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. സംഭവം ശരിയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ മന്ത്രിയുടെ നേരെ അന്വേഷണം എത്തുന്നു എന്ന് കണ്ടപ്പോൾ ഇവരൊരു നമ്പർ ഇറക്കിയതാണ്. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊതു വികാരം മാനിച്ച് തന്ത്രിയെ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ തന്ത്രിയെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇപ്പം മന്ത്രിയുടെ അടുത്ത് തന്നെ എത്തുമായിരുന്നു. എത്തിയില്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നേ. കുറെ കാലമെങ്കിലും ഇവർക്ക് മറ്റുള്ളവരെ അടിക്കാൻ ഒരു വടിയായിട്ട് തന്ത്രി ഉപയോഗിച്ചു. പക്ഷേ തന്ത്രിക്കും ഇതിൽ എന്തൊക്കെയോ ചെറുത് ഇല്ലേ എന്ന് ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലുമുണ്ട്. അതിലൊരു സംശയവും വേണ്ട. ആ ശബരിമലയുടെ ഏറ്റവും ഉന്നതം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തന്ത്രി. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പൊ അതിനൊരു തെളിവില്ല. മാത്രമല്ല, ഇപ്പൊ ഈ കോടതി വിധി ഞാൻ വായിക്കുകയാണ്. വെരി ഇമ്പോർട്ടന്റ്ലി ദർ ഈസ് നത്തിങ് ഓൺ റെക്കോർഡ് ഫോർ ദ മാറ്റർ നോട്ട് ഈവൻ, ആ വാക്ക് ഇങ്ങനെയാണ്, വെരി ഇമ്പോർട്ടന്റ്ലി ദർ ഈസ് നത്തിങ് ഓൺ റെക്കോർഡ് ഫോർ ദ മാറ്റർ നോട്ട് ഈവൻ an iota of evidence from the side of the special investigation team to establish any positive involvement on the part of the petitioner in the alleged irregularities എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരാളെ 41 ദിവസം അകത്തിടേണ്ടി വന്നു എന്നാണ് വാദം. അതെ, സംഭവം പറഞ്ഞ നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്. ആ യുവതി പ്രവേശന സമയത്ത് ഈ പോറ്റി അന്ന് നട അടച്ചിട്ട് ഓർമ്മയുണ്ട? ആ നട അടിച്ചിട്ട സമയത്ത് പൊതുജനം, വിശ്വാസികളായിട്ടുള്ള പൊതുജനം മൊത്തം ഗവൺമെന്റിനെതിരെ തിരിഞ്ഞന്ന് ഓർമ്മയുണ്ട? അതിന്റെ വൈരാഗ്യം ഇടതുപക്ഷമാണെന്നുള്ള ഓർമ്മ വേണം. എവിടെയെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു വരുന്നത് ഇത് വൈരാഗ്യം കൊണ്ട് അറസ്റ്റ് ചെയ്താണെന്നാണോ, ഇദ്ദേഹത്തിന് ഇതിൽ പങ്കില്ലെന്നാണോ? അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് വേണത്. ഇവര് വൈരാഗ്യം കൊണ്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇത് ഇങ്ങനെ ജയിലിൽ കിടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ
ഇദ്ദേഹത്തിനും ഇതിൽ ചെറിയ രീതിയിൽ കളങ്കമുണ്ട്. ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഓക്കെ, അപ്പൊ ശരത്ത് കൂടി എന്നോടൊപ്പം ചേരുന്നു ബാലരാമപുരത്ത് നിന്ന്. ശരത്ത്. നമസ്കാരം. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മള് ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർ ഭൂമിയിലും. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്കിത് കാണാൻ തോന്നുന്നു. കാരണം അമ്പലം എന്ന് പറയുന്നത് പല ഒരുപാട് വിശ്വാസികൾ പോയി അത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇടുന്ന വരുമാനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ക്ഷേത്രങ്ങൾ. അമ്പലവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മാത്രമല്ല, ഇപ്പൊ തന്ത്രിയുടെ പേര് നമ്മൾ പറയുന്നുണ്ട്. ഇതേപോലെ എന്തെല്ലാം എത്ര അഴിമതി കേസുകൾ ഇനി കണ്ടെത്താനുണ്ടെന്ന് അറിയാമോ? ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോഴപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോൾ ഫലം കിട്ടുമെന്ന് പറയുന്നത് പോലെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് കിട്ടേണ്ട വിഹിതം പോലും ഇവര് എടുത്ത് അഴിമതി നടത്തുന്നു. ഇതിനകത്ത് ഇത്രയും ആൾക്കാർ ഇത്രയും അഴിമതി നടന്നിട്ട് ഇവിടെ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആരും അറിഞ്ഞില്ല, ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല, ഇവിടുത്തെ മന്ത്രിസഭ അറിഞ്ഞില്ല, ഇവിടെ ഇരിക്കുന്ന ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? ഇവിടെ അപ്പൊ ഇത് ഒരു എക്സാമ്പിൾ മാത്രമല്ല, ഇത് ഉദാഹരണം മാത്രമല്ല. ഇതേപോലെ എന്തുമാത്രം അഴിമതി നടന്നിട്ടുണ്ടായിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഈ തന്ത്രി ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണ്. അത് ഈ വിധിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ പെറ്റീഷണർ പറയുന്നത് ഈ ശബരിമല യുവതീ പ്രവേശനത്തിൻ്റെ സമയത്ത് താൻ എടുത്ത നിലപാടുകളാണ് സർക്കാരിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അതിന് ആ നിലപാടിനോടൊപ്പം സർക്കാർ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ് തന്നെ ഇപ്പോൾ ഇത്തരം ഒരു കേസിൽ അതിൻ്റെ പക തീർത്തത് എന്ന് പറയുന്നിടത്ത് അതിലെന്തെങ്കിലും ന്യായമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ തന്ത്രി പറയുന്ന വാക്കുകളാണ് നമ്മൾ വിശ്വസിച്ചത് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള അന്വേഷണം വേണം. പോലീസ് മാത്രമല്ല, വിജിലൻസ് മറ്റോ പല അങ്ങനെ അന്വേഷിച്ചല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അതിന് മുമ്പേ ആദ്യം തന്നെ ചാടിക്കേറി അറസ്റ്റ് ചെയ്തോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അതിന് വ്യക്തമായിട്ടുള്ള സഹിതം കണ്ടെത്തണം. ഇവര് പറയുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ വാചകങ്ങൾ കൃത്യമാണോ എന്ന് അന്വേഷിക്കേണ്ടത് ഇവിടെ ഗവൺമെന്റ് ആണല്ലോ. അവരാണല്ലോ അതിന് തയ്യാറെടുത്ത് വരേണ്ടത്. ഏതായാലും SIT ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധിയിൽ തിരിച്ചടിയാകും. അതിലെ പരാമർശങ്ങൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് അപ്പോഴതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും. അതിൽ ഷാജി എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്നാണ്. ഷാജി. നമസ്കാരം. അല്ല, ഇത് CPM സംസ്ഥാന കമ്മിറ്റി ഒന്നല്ലല്ലോ അന്വേഷിച്ചത്. അപ്പോ SIT അന്വേഷിച്ചു. ഹൈക്കോടതി ബെഞ്ചിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വീക്ഷണത്തിൽ അന്വേഷിച്ചു. പല ആവർത്തി നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ പറഞ്ഞു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംതൃപ്തി രേഖപ്പെടുത്തി, ഇന്ന നീക്കങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തി. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതിൽ CPM അല്ല അന്വേഷിച്ചത്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ വിധിയിൽ ഈ ജഡ്ജി പറയാണ്, ഇമ്പോർട്ടൻ്റ് അക്കോർഡിംഗ് ടു ദ പെറ്റീഷണർ ഹി വാസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ 2 crimes on a fine morning solely on the act of retaliation by the government, considering the strong stand taken by him in connection with the entry of women in the sacred Sri Ayyappa temple at Shabarimala a few years back. It is alleged by the petitioner that the petitioner, as Tandri and the guardian of customs and rituals of the sacred temple, had taken a strong stand opposing the entry of women of a particular age group into the sacred premises of Sri Ayyappa temple. The petitioner also had taken a strong stand opposing the stand of the government to oppose the temple to open the temple on all days against religious customs and convictions prevailing in the temple. ഇങ്ങനെ താൻ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ നിന്നതുകൊണ്ടാണ് തനിക്ക് ഈ പ്രശ്നം വന്നത് എന്നാണ് തന്നെ ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു തെളിവുമില്ലാതെ പിടികൂടുകയാണ് എന്ന് ഇത് പറയുന്നത് സർക്കാരിന് നേരെയല്ലേ ഇയാൾ ചൂണ്ടുന്നത്? അതെ, പറയുന്നേക്ക് ഞാനത് പറഞ്ഞോട്ടെ. ഇത് തന്ത്രിയുടെ വാദമല്ലേ? തന്ത്രിയുടെ വാദം തന്ത്രി ഇങ്ങനെ പറഞ്ഞില്ലേ? വാദം തന്നെ ഞാൻ പറയുന്നത്, എന്റെ വാദമല്ല. അതെ, തന്ത്രിയല്ലേ. രമേശ് ചെന്നിത്തല ഇരുന്നുകൊണ്ട് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണത്തിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. പണ്ട് ഒരു സ്വർണ്ണ കേസ് പിടിച്ചപ്പോഴത്തേക്ക് എൻഫോഴ്സ്മെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥൻ കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന ഇറക്കി. അന്നേരം ഒന്ന് പത്രക്കാർ ചോദിച്ചു, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാണാൻ വിളിച്ചായിരുന്നോ നിങ്ങളുടെ ഓഫീസിലേക്ക്? അല്ല, ഇവിടെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അയാളെ പിന്നെ ഇവിടെ കണ്ടിട്ടേ ഇല്ല. അയാൾ ബോംബെയിലോ ഹൈദരാബാദിലോ എങ്ങാണ്ടാ പിന്നെ പൊങ്ങിയത് എന്നതുപോലെ ഇവിടെ ഇരുന്നോണ്ടങ്ങ് പറയുകയാണ്. തന്ത്രിയാ പറയുന്നേ, തന്ത്രിയെ വെറുതെ വിട്ടിട്ടില്ല. അപ്പൊ ഇവര് അപ്പീൽ പോകുമെന്നും പറയുന്നു SIT. അപ്പൊ ഇതെല്ലാം വരട്ടെന്ന്, അവരെ വെറുതെ ഒന്നും വിട്ടിട്ടില്ലല്ലോ. CPM സംസ്ഥാന കമ്മിറ്റി എന്നല്ലല്ലോ പക്ഷേ ഇപ്പൊ ഒരു തെളിവുമില്ല എന്ന് ഈ വിധിയിലുണ്ടല്ലോ. അപ്പീൽ പോകാനായിട്ട് ഇരിക്കുകയല്ലേ, അവരെ തെളിവില്ലാഞ്ഞിട്ടാണോ? പിന്നെ ഇത്രയും നാള് ഡിവിഷൻ ബെഞ്ച് എല്ലാം തൃപ്തികരമായി എന്ന് നിങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടത് പൊട്ടന്മാരാണോ? നിങ്ങൾ എന്തിനാ അങ്ങനെയുള്ള വാർത്തകൾ എന്നറിയാ പറയുന്നേ? അല്ല, ഇത് ഞങ്ങൾ എന്ത് വിശ്വസിക്കണം?
അല്ല, അത് ഞാൻ സമ്മതിച്ചു. ഇത് SIT നൽകുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വാർത്ത കൊടുത്തിട്ടുണ്ടോ. പക്ഷെ മറ്റൊരു കാര്യം കൊണ്ട് ശ്രീധരൻപിള്ള ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ നിയന്ത്രിച്ചത് ഞാനാണെന്ന്. അതെ അതെ. അത് കാണാതെ പോകരുത്. ഇദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും കൂടെ അന്വേഷിക്കണം. ഇദ്ദേഹത്തിന്റെ അളിയൻ ആരാണെന്ന് അദ്ദേഹം ഭാര്യ സഹോദരൻ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നാരായണ നമ്പൂതിരി. ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ആലോചിക്കണം. അല്ലാതെ കണ്ണുടച്ചങ്ങ് വിശ്വസിക്കാൻ മലയാളികൾ അത്ര പൊട്ടന്മാരൊന്നും അല്ല. ഇതിനകത്ത് കാര്യങ്ങളുണ്ട്, തെളിഞ്ഞു വരട്ടെ. തന്ത്രിയൊന്നും വെറുതെ ഒന്നും വിട്ടിട്ടില്ല. ഈ SIT അപ്പീൽ പോകുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. യുവതീ പ്രവേശന സമയത്ത് ശബരിമല നടയടക്കാൻ കണ്ഠരര് രാജീവരോട് നിർദ്ദേശിച്ചത് താനാണെന്ന് പിന്നെ അത് തന്ത്രിയോ അല്ലെങ്കിൽ തന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നവരോ തള്ളി പറഞ്ഞിട്ടില്ല. PS ശ്രീധരൻപിള്ള പറഞ്ഞിട്ടുണ്ട് അന്ന്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം. അങ്ങനെ തന്ത്രി ശുദ്ധനാണെന്ന് വിശ്വസിക്കാൻ ഒന്നും പിന്നെ അങ്ങ് തൊണ്ടതൊടാതെ വിഴുങ്ങാനൊന്നും നമുക്ക് പറ്റത്തില്ല. SIT എന്ന് പറയുന്നത് പിന്നെ ഹൈക്കോടതിയുടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അന്ന് ആലപ്പുഴ DCC ഭാരവാഹിയായിരുന്ന അയ്യപ്പ സേവാ സംഘത്തിന്റെ സംഘം നേതാവിന്റെ ആവശ്യപ്രകാരമാണ് തന്ത്രിയോട് സംസാരിച്ചതെന്നും പറഞ്ഞിരുന്നു. അല്ല അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും അതിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കണം. രണ്ടുപേരും DCC പ്രസിഡന്റും ആയില്ല. ഇപ്പൊ മന്ത്രിയെ പിടിക്കാനാണ്. മന്ത്രിയെ പിടിച്ചൂടായിരുന്നോ പിടിക്കണമെങ്കിൽ? അപ്പൊ മന്ത്രിയെ രക്ഷിക്കാനാണ് തന്ത്രിയെ അകത്താക്കിയതെന്ന വാദം. പ്രാസവപ്പിച്ച് വർത്താനം പറഞ്ഞാൽ കള്ളം സത്യമായി മാറുമോ? അത് മതിയാവോ? ഏതായാലും പക്ഷേ രക്ഷിക്കാനാണെങ്കിൽ അവിടുന്ന് രക്ഷിച്ചൂടെ? അല്ല, പക്ഷെ ഫലത്തിൽ ഒരു ഈ കീഴ്ക്കോടതി കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധി ഒരു തിരിച്ചടി ആയില്ലേ? കാരണം ഒരു കണിക പോലും ഇല്ല എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ. ഇപ്പൊ കോടതി വിധി ചിലപ്പോ കീഴ്ക്കോടതി നിശ്ചയിക്കുന്നതായിരിക്കത്തില്ല, അതിന്റെ മേൽക്കോടതിയില്ല. അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങളിലേക്ക് പോവുകയല്ലേ SIT. അവര് കട്ടയം ബോർഡ് മടക്കി വീട്ടിൽ പോകുകയല്ലോ ചെയ്തത്. അവര് ഫർദറായിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നു. അവരെ നിയന്ത്രിച്ചത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. അവര് മണ്ടന്മാരല്ലല്ലോ, അവര് നിയമജ്ഞാനം ഉള്ളവരല്ലേ. ഓക്കെ, അപ്പോൾ വ്യക്തമാണ്. അങ്ങയുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങോട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. എന്നോടൊപ്പം ബാലകൃഷ്ണൻ വടകര ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഒരു കോടതി വിധി കൊണ്ട് അങ്ങനെ തന്ത്രി പൂർണ്ണമായും കുറ്റവിമുക്തനാണ് എന്ന് പറയാറായിട്ടില്ല എന്നാണ് വാദം. ഇപ്പോൾ നമ്മുടെ മുൻ പ്രേക്ഷകൻ ഷാജി പറഞ്ഞതും അതാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര കേൾക്കാമോ? അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്, പൂർണ്ണമായും കുറ്റവിമുക്തനാണ് എന്ന് പറയാൻ സമയമായിട്ടില്ല. ഇവരിപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ട്. കൂടുതൽ തെളിവുണ്ടെന്ന് SIT വീണ്ടും പറയുന്നുണ്ട്. അതെല്ലാം കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല, തെളിവുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ഇടപെടലിനെ സംശയിക്കേണ്ടതുണ്ടോ? യാതൊരു സംശയമില്ല, സംശയിക്കേണ്ടതുണ്ട്. പക്ഷെ തന്ത്രിയെ പെട്ടെന്ന് അങ്ങ് കുറ്റവിമുക്തനാക്കണം ആരാവിടെ ആവശ്യപ്പെടുന്നത്? അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന രൂപത്തിലാണ് ഈ തന്ത്രിയെ കുടിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തന്ത്രി തന്നെ മോഷണം നടത്തി എന്ന് പറയുമ്പോൾ വിശ്വാസത്തിനൊരു കളങ്കമായി, അതൊരു ലക്ഷ്യം. പിന്നെ ഇവരിലേക്ക് എത്തുന്നതിനൊരു തടയിടൽ. അപ്പൊ ഇത് പാർട്ടി കമ്മ്യൂണിസ്റ്റ്. പക്ഷേ ഇത് അദ്ദേഹം ഇപ്പോൾ ഷാജി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ. ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തൽ, താനാണ് നടയടയ്ക്കാൻ പറഞ്ഞത്. DCC പ്രസിഡന്റ് DCC ഭാരവാഹിയായിരുന്ന അയ്യപ്പ സേവാ സംഘത്തിൻ്റെ നേതാവ് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് തന്ത്രിയോട് സംസാരിച്ചത്. ആ നേതാവിൻ്റെ ഫോണിലാണ് സംസാരിച്ചത്. അപ്പോൾ കൂട്ടായൊരു നീക്കം തന്ത്രി ഇങ്ങനെ രാഷ്ട്രീയത്തിന് വിധേയനായി നിൽക്കുന്നു എന്നൊരു ആരോപണവും അവിടെ ഉന്നയിക്കുകയാണ് ഷാജി. അല്ല, അത് BJPയുടെ മേലെ ഏത് ആരോപണം ഉന്നയിക്കുന്നതിന് ഇവർക്ക് യാതൊരു എളുപ്പമില്ലല്ലോ. അത് അവരങ്ങനെ ഉന്നയിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും. പാർട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതല്ലല്ലോ സാർ ഇവിടുത്തെ വിഷയം. ഇവരുടെ ആരോപണം ഉന്നയിക്കലിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പേടിയുമില്ല. അവർക്ക് ജനങ്ങൾക്കറിയാം, ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ഭക്തരെ സംബന്ധിച്ച് ഇവരൊരു ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചത്. കാരണം തന്ത്രി തന്നെ കള്ളനാണ്, അയ്യപ്പന്റെ വിഗ്രഹം കട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്വർണം കട്ട് എന്ന് പറയുമ്പോൾ വിശ്വാസത്തിനൊരു കളങ്കമേൽപ്പിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം അതാണല്ലോ, വിശ്വാസത്തിന് കളങ്കമേൽപ്പിക്കുക. വനിതകൾ അവിടെ കയറ്റി ആഹ്ലാദിച്ച വാസുവല്ല ഇപ്പോൾ എവിടെയാ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർ വലിയ ഉഷാറൊന്നും കാണിക്കണ്ട. പിന്നെ ഇതിന്റെ പേര് നരേന്ദ്രമോദിയാണ് ഇത് ചെയ്തതെന്ന് പറയാത്തത് മഹാഭാഗ്യമുണ്ട്. പിന്നെ പറയാനുള്ളത്, എന്ത് നാടകം കളിച്ചാലും ഇതിനുള്ളവരെ CBI അന്വേഷണത്തിൽ കൂടി പുറത്ത് കൊണ്ടുവരണം. അത് തന്ത്രിയാണെങ്കിൽ തന്ത്രി. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സത്യം പുറത്തു കൊണ്ടുവരില്ല എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും SIT എന്നെ സംബന്ധിച്ച് ഒരു വിശ്വാസമില്ല. ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു അന്വേഷണത്തിലും എന്നെ സംബന്ധിച്ച് ഒരു പൗരൻ നിലക്ക് എനിക്ക് യാതൊരു വിശ്വാസവും. അതിന്റെ മേൽനോട്ടം കോടതിയാണ്, ഹൈക്കോടതിയാണ് വഹിക്കുന്നത്. കോടതി മേൽനോട്ടം വഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് സർക്കാരല്ലേ.
ഈ സർക്കാരിന്റെ കയ്യിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ ഇത് അന്വേഷിക്കുന്നത്. അപ്പൊ അതിനൊന്നും ഒരു വിശ്വാസത്തിൽ എനിക്കില്ല, എന്നെ സംബന്ധിച്ചില്ല. പക്ഷെ ഇവര് ഭക്തരെ കബളിപ്പിക്കാൻ വീണ്ടും മെനക്കെടില്ല. ഇപ്പൊ ഒരു വിശ്വാസികളുടെ കൊപ്പാന്ന് പറയുന്നത്, വിശ്വാസികൾ ഒരു കാരണവശാലും അത് വിശ്വസിക്കരുത്. ശബരിമലയിൽ സ്ത്രീകളെ കാറ്റി ഇറങ്ങുമ്പോ വാസു ഒക്കെ എന്താ പൊട്ടിച്ചിരി. ഇപ്പം വാസു അങ്ങനെ അതൊക്കെ ഇടക്കുന്ന എണ്ണുന്നു. അതാണ് സ്ഥിതി. അപ്പൊ ബാക്കിയുള്ള മന്ത്രി പുങ്കവന്മാരെയും അറസ്റ്റ് ചെയ്യണം ഇതിൽ പങ്കാളികളാണെങ്കിൽ. അതിനാണ് ഞാൻ പറഞ്ഞത് CBI അന്വേഷണം അനിവാര്യമാണ്. അല്ലാതെ ഇതിപ്പോ ED ആയിട്ടാ വന്നതെങ്കിൽ ഇവരെന്താ പറയാ? ED ആണെങ്കിൽ പറഞ്ഞ് അപ്പാട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇവരത് ചെയ്തിട്ടുണ്ടാവും. ഇവരെയും ഈ തന്ത്രിയെ കുടിക്കലായിരിക്കാം എന്ന് പറഞ്ഞ് തന്ത്രി കള്ളങ്ങളെല്ലാം ഞാൻ പറയുന്നില്ല. അത് അന്വേഷണം തെളിയട്ടെ. പക്ഷെ സാധ്യതയുണ്ട് സാർ. ഈ സർക്കാർ ആവുമോ? ഈ സർക്കാർ അങ്ങനെ പലരെയും ഉള്ളിലാക്കിയിട്ടുണ്ട്, ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തലാണല്ലോ ഇവര് പ്രാദേശികമായിട്ട് എവിടെയും ഇവരുടെ ലക്ഷ്യം. അത് ഇനി വിലപ്പോവില്ല, അതിന് വില കുറഞ്ഞു വരികയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ രാജൻ എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ രാജൻ, ശ്രീ രാജൻ കേൾക്കാമോ? നമസ്കാരം. അപ്പൊ ഇതിലിപ്പോ ചർച്ചകൾ കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കേണ്ട, ഈ റോഡിൽ കിടന്ന് ഓടുക വേണ്ട എന്നൊരു അവസ്ഥയിലാണ് കാണുന്നത്. കാരണം എല്ലാവരും പറയുന്നത് പാർട്ടി CPM-നാണ് അല്ലെങ്കിൽ മന്ത്രിക്കാണ്, മന്ത്രി സഭയ്ക്കാണ് ഇതിന്റെ കൂട്ടുത്തരവാദിത്തം, അവരാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് അന്വേഷണം വ്യക്തമായി നടക്കട്ടെ. ഇപ്പൊ തന്ത്രീനെ ശ്രീധരൻപിള്ള വിളിച്ചു പറഞ്ഞു ശബരിമല നട അടയ്ക്കൂ. അപ്പൊ നമുക്ക് നാളെ തിരുപ്പതിയിലോ എവിടെയെങ്കിലും നട അടയ്ക്കണമെങ്കിൽ നമ്മുടെ ശ്രീധരൻപിള്ള വിളിച്ചു പറഞ്ഞാൽ ആ നട അങ്ങോട്ട് അടയ്ക്കും. അപ്പോ അത് ശക്തമായി പരിശോധിച്ച് ശ്രീധരൻപിള്ള പറഞ്ഞിട്ടാണോ നട അടച്ചതെന്ന് ആദ്യം വ്യക്തമാക്കണം. തെളിവ് തരുന്നുണ്ട്. DCC ഭാരവാഹിയായ അയ്യപ്പ സേവാ സംഘം നേതാവിന്റെ ഫോണിലാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്, നട അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെ ശ്രീധരൻപിള്ള പറഞ്ഞുവെങ്കിൽ നട അടയ്ക്കാൻ പാടൂ. ഒരു ദേവാലയത്തിലെ കഥയാണ് ഞാൻ പറഞ്ഞത്. ശ്രീധരൻപിള്ള അല്ലെങ്കിൽ മറ്റേ BJP ഗവൺമെന്റ് ഒരു പാർട്ടി അല്ല പറയുന്നത്. ശ്രീധരൻപിള്ള ആരാണ് ശബരിമല നട അടയ്ക്കാൻ പറയാൻ? അത് പറഞ്ഞാൽ തന്നെ തന്ത്രി അടയ്ക്കാൻ ആരാണ്? അങ്ങനെ ചെയ്യാൻ പാടൂ. അപ്പൊ തന്ത്രിക്ക് മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, കോടതി ഉത്തരവാണല്ലോ സ്ത്രീകളെ കയറ്റണം എന്നുള്ളത്. അല്ല, അതല്ല. ഇപ്പൊ തന്ത്രി ഇവിടെ ഈ കൊല്ലം വിജിലൻസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വ്യക്തമല്ലേ? താൻ സർക്കാരിൻ്റെ പല തീരുമാനങ്ങൾക്കൊപ്പം നിന്നില്ല, ശബരിമല മുഴുവൻ സമയം തുറക്കണം എന്ന നിലപാടിനോട് യോജിച്ചില്ല, അങ്ങനെ സ്ത്രീകളെ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളെ കയറ്റുന്ന കാര്യം സമ്മതിച്ചില്ല. ഇതൊക്കെയാണ് ഒരു പ്രശ്നമായി തനിക്കെതിരെ വന്നത് എന്നാണ് വാദിക്കുന്നത്, എന്നാണ് തന്ത്രി കോടതിയിൽ വാദിച്ചത്. അതാണ് കോടതി ശരിവെക്കുന്നത്. അത് ശരിയാണ്, കോടതി ശരിവെച്ചതൊക്കെ ശരി. അന്വേഷണം പാടെ തന്ത്രീനെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇനി ആ തന്ത്രി കേസിൽ മേൽക്കോടതിക്ക് വരില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു, ഒരു ദേവാലയത്തിൽ നിന്നോ എവിടെന്നോ മോഷ്ടിച്ചു. ഞാൻ മോഷ്ടിച്ചു എന്ന് ഞാൻ പറയുക താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയുമോ ഞാനത് മോഷ്ടിച്ചു എന്ന്? അപ്പോ അതിന് തടയിടാൻ എന്റെ കാഴ്ചപ്പാടില് അദ്ദേഹത്തിന്റെ ഈ തന്ത്രിയുടെ അളിയനോ ആരോ ഈ പറയുന്ന പോലെ BJP-യുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബലത്തിന്റെ മുകളിൽ അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് ഈ കോടതിയുടെ മുന്നിൽ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം SIT-ക്ക് ഉണ്ടായിരുന്നില്ലേ? അല്ല, എവിഡൻസ് ഇല്ലെന്നല്ലേ പറയുന്നത്, ഒരു തെളിവില്ല എന്നല്ലേ പറയുന്നത്? തെളിവില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പാടെ മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി 100% എഗ്രി ചെയ്തു. ഇപ്പൊ ഇത് ഇന്നലെ ചെയ്തിട്ടുണ്ടോ? അല്ല, അത് ഇയാളെ ഒഴിവാക്കാൻ പറ്റും. കോടതി വിധിയിൽ പറയുന്നത് ഇപ്പൊ തൽക്കാലം തെളിവുകളില്ല, അത് വെച്ചാൽ കീഴ്ക്കോടതിയുടെ വിധിയാണ്. ഇപ്പൊ തൽക്കാലം ഇനിയിപ്പോ അത് പോട്ടെ. ഇനി മന്ത്രി ഉണ്ടെന്ന് വെക്കുക, അന്വേഷണം നടന്നിട്ട് മന്ത്രിനെയും പൂട്ടണമെന്നായി. അതിലൊരു തർക്കം വേണ്ട. കാരണം ഞാൻ ചോദിക്കുന്നത്, ഒരു തെളിവുമില്ലാതെയാണോ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ 41 ദിവസം പിടിച്ച് അകത്തിട്ടത് എന്നൊരു സംശയം ജനങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലോ. അതിന് അദ്ദേഹം അതിന് മറുപടി പറയട്ടെ, അല്ലെങ്കിൽ SIT അതിന്റെ അന്വേഷണം നടത്തി പൂർത്തീകരിക്കട്ടെ. ഈ പൊതുജനം പലതും പറയും. അത് 100 ഈ ചർച്ച കേട്ടതില് 10 ആളിൽ നിന്നും 6 ആളും പ്രസ്ഥാനത്തിന് CPM-നെ കുറ്റം പറയാനുള്ളൂ. ഞാൻ പറയുന്നത് എന്തിനാ പാർട്ടി കുറ്റം പറയുന്നേ? SIT അല്ലേ അന്വേഷിക്കുക, അവർ അന്വേഷണം നടത്തട്ടെ. കോടതി പറഞ്ഞിട്ടില്ല അന്വേഷണം നടക്കണേ. അങ്ങനെ മന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ ശക്തമായ നടപടി എടുക്കട്ടെ. എന്താ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടോ മന്ത്രിക്കെതിരെ? കോടതിയില്ലേ അന്വേഷണ നേതൃത്വം വഹിക്കുന്നത്? അപ്പോ ഇതിന് പറയാനുള്ളത് തന്ത്രി ചെയ്തിട്ടുണ്ടാവണം എന്ന് ഞാൻ പൂർത്തീകരിച്ച് പറയുന്നില്ല, എന്നാൽ 50% ഉണ്ടെന്നേ എന്റെ കാഴ്ചപ്പാടില്. അതേപോലെ മന്ത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിച്ച് കണ്ടെത്തണം. അതിലും 50% സംശയം ഉണ്ടോ? വെക്കാന്നേ. കാരണം ഇപ്പൊ 50% അല്ല 60% സംശയമുള്ള 2 ആൾ സഖാക്കൾ അതിന്റെ ഉള്ളിലുണ്ടല്ലോ. അത് നിഷേധിക്കുന്നില്ല. അത് കോടതിയിലല്ലേ വെച്ചിട്ടുള്ളത്. ഈ ഉള്ളിൽ നിൽക്കുന്നവര് അതിന് പങ്കാളിയാണെങ്കിൽ അവരെ കിടക്കട്ടെ. മന്ത്രിയുടെ അടുത്തേക്ക് അന്വേഷണം വരട്ടെ. അന്വേഷണം വന്നാൽ ഭംഗിയായിട്ട് നടപടിയെടുക്കും. ഉള്ളിൽ കയറ്റിയിടണമെന്നായി.
അല്ലാണ്ട് വെറുതെ പറയുന്ന മന്ത്രി CPM കുറ്റം പറയാനായിട്ടല്ല വേണ്ടത്. എവിടെയാണ് ശക്തമായ നടപടി? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്ര തന്നെ പറയാനുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം കലാധരൻ ചേരുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ കലാധരൻ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് ടൗണാണ്. ടൗണിൽ എവിടെ? ഹലോ, ടൗണിൽ എവിടെ നിന്നാ? ടൗണിലൊരു സ്ഥലത്തിന് പേരില്ല, അത് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഹലോ. ആ, ഹലോ, കേൾക്കുന്നു. ഹലോ, ഹലോ, കേൾക്കാമോ കലാധരൻ? ഹലോ. ശരി, എനിക്ക് തോന്നുന്നു കലാധരൻ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഗോപകുമാർ. നമസ്കാരം. നമസ്കാരം മനോജി. നമസ്കാരം. നമസ്കാരം. മിനിങ്ങാൻ എന്നെ വല്ലാണ്ട് ഒരു നിരുത്സാഹപ്പെടുത്തി, എന്നെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തി. ഞാൻ ഫോൺ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഫോൺ കിട്ടിയിട്ട് ഞാൻ ലൈനിൽ ഇരുന്നിട്ട് അവസാനം മനോജി സംസാരിച്ച് തീർത്തു. ഞാൻ പറയാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചതാണ്. അങ്ങ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രേക്ഷകനാണ്. മാത്രമല്ല അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾക്ക് എന്താ ടെലിവിഷനിലൊരു ടൈം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു സമയമാകുമ്പോൾ നിർത്തിയില്ലെങ്കിൽ അത് അടുത്ത മനസ്സിലായി. അല്ല, ഞാൻ പക്ഷേ അത് അങ്ങ് പറഞ്ഞതുകൊണ്ട് മറ്റേ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ കേൾക്കാൻ കൂടി പറയാം. അപ്പം ഞാനിത് കൃത്യസമയത്ത് നിർത്തിയില്ലെങ്കിൽ അടുത്ത പ്രോഗ്രാം ലേറ്റ് ആവും. അപ്പോൾ അത് അങ്ങനെ ഒരു ചെയിൻ പോലെ മുഴുവൻ സംഗതിയും ലേറ്റായി നമ്മുടെ ചില തീവണ്ടികൾ ഇങ്ങനെ ഓടി ലേറ്റായി അവസാനം പിറ്റേ ദിവസം എത്തുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ആ ഒരു എയർ ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അങ്ങ് എല്ലാ ദിവസവും അഭിപ്രായം പറയുന്നുണ്ട്. ഇന്നലെ പറയാൻ വിട്ടുപോയത് ഇന്ന് പറയാം, അല്ലെങ്കിൽ നാളെ പറയാം. മിനിങ്ങാന്നാണ് തോന്നുന്നത്. 5 മിനിറ്റ് ഉണ്ടായിരുന്നു. 5 മിനിറ്റ് ലാസ്റ്റ് ഏതോ ഒരു ആള് വന്നിട്ട് അനക്കയാണ് തോന്നുന്നുണ്ട്. അനക്ക ആ കുട്ടിയോട് സംസാരിച്ച് അങ്ങനെ. അനഘയ്ക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അനഘ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. പക്ഷേ നമ്മുടെ അനഘയ്ക്കുള്ളൊരു ഇത് വെച്ചാൽ പലപ്പോഴും തുടരെ ഇങ്ങനെ ചില ആളുകൾ തുടരെ വിളിച്ചുകൊണ്ടിരിക്കും. അനഘയ്ക്ക് അങ്ങനെ കഴിയില്ല. അപ്പോൾ പലപ്പോഴും കിട്ടാതാകും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് അവർ മിനി ടീച്ചറും അനഘയൊക്കെ മെസ്സേജ് അയക്കി ഇങ്ങനെ വിളിക്കുന്നു, കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതാണ്. അപ്പോൾ അവർക്ക് ചില സമയത്ത് അത് കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ സമയം കൊടുക്കുക എന്നുള്ളതാണ് അത്തരം ആളുകൾക്ക്. അതെ, അവസാനത്തെ പ്രേക്ഷക അന്നത്തെ അനഘനെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത്. അത് കാരണം കൊണ്ട് ഞാൻ എന്റെ ഒരു അഭിപ്രായമായിട്ട് അതിൽ അംഗീകരിച്ച് വിട്ടു അത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വന്ന മനുജി, മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി തന്ത്രി എന്ന് തന്നെയാണ് എന്റെ മെയിൻ പോയിന്റ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഷാജി കൊല്ലം, രാജൻ തൃശ്ശൂർ, ഇവരൊക്കെ CPM-ന്റെ ആൾക്കാരാണെന്നുള്ള കൃത്യമായിട്ട് അവര് ഇതൊന്നും തന്നെ അവര് മറച്ചു വെക്കുന്നൊന്നുമില്ല. അവര് CPM-കാര് തന്നെയെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. അവർ ആ നിലപാട് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും CPM-കാരനെ ആണ്. പക്ഷെ അവരുടെ ഒരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഈ തന്ത്രിയുടെ മേലിൽ എന്ത് തെളിവ് കിട്ടിയിട്ട് അവര് 41 ദിവസം ഉള്ളിൽ വെച്ചത്. ഇപ്പൊ അവർ സമ്മതിക്കേണ്ട 60% ഞങ്ങളുടെ അവരെ ആൾക്കാർ തന്നെയാണല്ലോ അവർ പറയണത്. 2 ആള് ഉണ്ട്, വാസുവും മറ്റേ പത്മകുമാറും ഇവരൊക്കെ പോയിരുന്നത്. 60% അവരുടെ അടുത്ത് തെറ്റുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും സമ്മതിക്കാൻ തുടങ്ങി. വളരെ കുറേശ്ശെ. അപ്പൊ അങ്ങനെ 60% പിന്നെ തന്ത്രിയെ ആ കണക്ക് നോക്കി കഴിഞ്ഞാൽ അവര് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ PS ശ്രീധരൻ പിള്ളയ്ക്ക് ഫോണിൽ വിളിച്ച് അവിടേക്ക് ഞാനും വരുന്നത്. ഞാൻ അതിലേക്ക് തന്നെ ഞാൻ വരുന്നത് കറക്റ്റായിട്ട്. PS ശ്രീധരൻ പിള്ള നടയടയ്ക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൽ പിടിച്ച് BJP-ക്കാർ ആരെങ്കിലും കിട്ടുമോ? പോറ്റീനെ പിടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ശരിക്കുള്ള ആസൂത്രണം എന്താ പറയാ. ശരി, എനിക്ക് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റിയെന്നാണ്. സുബിൻ എന്നോടൊപ്പം ചേരുന്നു, പത്തനംതിട്ടയിൽ നിന്ന്. സുബിൻ. ഹലോ. ഹലോ, സുബിൻ പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു സാർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ശ്രീ സുബിൻ, ഇവിടെ തന്ത്രി ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. സർക്കാരിനെതിരെ വലിയ ഗുരുതരമായ ആക്ഷേപമാണ്. പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ ആക്ഷേപം എന്ന നിലയിൽ കണ്ടാൽ മതിയോ, അതോ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ വലിയ തോതിൽ വിശ്വാസികളുള്ള ശബരിമലയുടെ തന്ത്രിയെ ഇത്തരത്തിൽ ഒരു തെളിവുമില്ലാതെ പിടിച്ച് 41 ദിവസം അകത്തിട്ട ഒരു വലിയ കുറ്റത്തിൻ്റെ പുറകിൽ സർക്കാരിൻ്റെ കറുത്ത കൈകളാണ് എന്ന സംശയത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? സുബിൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പറയൂ. എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈൻ എനിക്ക് അങ്ങയുടെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങി വരാം. ശ്രീ ശശിധരൻ വയലാറിൽ നമുക്കൊപ്പം ചേരും. ശ്രീ ശശിധരൻ. നമസ്കാരം മനു. നമസ്കാരം. ശബരിമലയല്ലേ വിഷയം? ആദ്യമായിട്ട് പ്രകൃതിക്കൊരു നന്ദി, അയ്യപ്പനൊരു നമസ്കാരം. കാരണം ഇന്നലെ നല്ലൊരു മഴ കിട്ടി, അടിപൊളി മഴ.
മഴയൊക്കെ ആസ്വദിച്ച് വീട്ടിലിരിക്കുകയാണ്. മഴയും കട്ടൻ ചായയും പരിപ്പോടെ ഉണ്ടോ? അങ്ങനെയല്ലേ, പകലല്ലേ. ഇന്നലെ രാത്രി അടിപൊളി മഴ, സൂപ്പർ മഴ. അതെ, പരിപ്പോടെയും കട്ടൻ ചായയൊക്കെ ഞങ്ങളുടെ സഹാക്കള് പണ്ട് എന്റെയൊക്കെ പഴയ നേതാക്കന്മാർ BKV അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ അച്യുതമേനോൻ, അങ്ങനെയുള്ള തോമസ്, എം ഗോവിന്ദൻ, അന്നത്തെ കാലത്തൊക്കെ ആയിരുന്നു പരിപ്പോടെയൊക്കെ. ഇപ്പൊ അതൊന്നുമല്ല. ഇപ്പൊ അൽഫാമും കുഴിമന്തിയൊക്കെയാണ്. അപ്പൊ അതുപോലത്തെ ആ വിഷയം പോട്ടെ, നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, അതായത് നമ്മളീ മല പോലെ വന്നത് എലി പോലെ പോയെന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട്. എലി പോലെ പോയോ? എലി പോലെ പോയോ? കഴിഞ്ഞോ? ഇനി ഹൈക്കോടതിയിൽ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് SIT പോവുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ മല വീണ്ടും തിരിച്ചു വരുമോ, അതോ അത് എലിയാണെന്ന് കൂടുതൽ വ്യക്തമാകും? 1% പോലും എന്നെ പോലുള്ള വിശ്വാസികൾക്കൊന്നും പിന്നെ അതിനകത്തൊരു വിശ്വാസമില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്തൊരു ബഹളമായിരുന്നു. നേരം വെളുത്തു കഴിഞ്ഞാൽ TV തുറന്നാൽ വേറൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ ശബരിമല എന്നുള്ള വിഷയം വല്ലപ്പോഴും ഇങ്ങനെ ഇതുപോലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. ഈ തന്ത്രിയുടെ വിഷയം തന്നെ ആരോപണം ഉന്നയിച്ചിട്ട് 72 മണിക്കൂറായി ഈ ആരോപണം വന്നിട്ട്. ഇതുവരെ വ്യക്തമായ ഒരു മറുപടി ആരും പറയാൻ വരാത്തത് എന്താ? മറ്റെന്തെങ്കിലും കേൾക്കുമ്പോൾ മന്ത്രി വന്നു, P. രാജീവ് നിയമമന്ത്രി വന്നു, ഗോവിന്ദ മാഷ് വന്നു, പെരും കള്ളന്മാരുടെ പട്ടികയിൽ തന്നെയാണ് മന്ത്രി എന്ന് പറഞ്ഞു. വ്യക്തമായ മറുപടി പറയണം. എന്ത് തെളിവ് എന്നുള്ള വ്യക്തമായ മറുപടി ആരും പറയുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയില്ല ഇത് പറയാനായിട്ട്. ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മറുപടി പറയണ്ടേ? ഹൈക്കോടതിയിലേക്ക് പോവുകയാണെന്നാ പറയുന്നത്. പോട്ടെ 41 ദിവസം അകത്തിട്ട് എന്തിനാന്നുള്ള വ്യക്തമായ മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഇത് സംശയമാണ്, ഭയങ്കര സംശയം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പലരെയും ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതായി ജനം സംശയിച്ചാൽ ആരെയും കുറ്റം പറയാനൊക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വകുപ്പ് മന്ത്രി ഒരു സ്ഥാനത്തിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം അറിയാതെ ഇതൊന്നും നടന്നു എന്ന് പറയാൻ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതിനകത്ത് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഒരുപാട് സംശയം കൊണ്ട് ഒരുപാട് സംശയങ്ങൾ. ആരും മറുപടി വ്യക്തമായിട്ട് പറയുന്നില്ല. അവിടെ ഇവിടെയും തൊട്ടുള്ള മറുപടികൾ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം സംശയത്തിന്റെ നിലയിൽ തന്നെയാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നു, സഹാക്കന്മാരെ സഹായിക്കാൻ വേണ്ടി പാവപ്പെട്ട തന്ത്രിയെ സർക്കാർ മനഃപൂർവ്വം കുടിക്കുന്നതാണെന്നാണ് ജയകുമാറിൻ്റെ ആക്ഷേപം. കുറുവ സംഘത്തിൻ്റെ ആളാണ് എന്ന് പറയുന്നു, കേരളം നമ്പർ 1. അതുപോലെ റിയൽ ഹീറോ ബിഹൈൻഡ് ദിസ് ഈസ് സുവർണാവസരം പിള്ളൈ എന്നാണ് ഷിജുവിൻ്റെ അഭിപ്രായം. ക്രിയേറ്റീവ് മൈൻഡ് പറയുന്ന ശ്രീധരൻ പിള്ള BJP മാത്രമല്ല പ്രമുഖ അഭിഭാഷകൻ കൂടിയാണ്, നിയമോപദേശം കൊടുത്തതാണ്, അത് രാഷ്ട്രീയമായി അല്ല എന്ന് പറയുന്നത്. ഏതായാലും DCC പ്രസിഡൻറ്റിൻ്റെ DCCയിലെ നേതാവിൻ്റെ ഫോൺ എടുത്താണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിയമോപദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ശരി. കഴിവുകെട്ട സർക്കാർ ശ്രീധരൻ പിള്ളയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് ചോദിക്കുന്നു. അപ്പോൾ ശിവദാസൻ TK എന്നോട് പറയുന്നത്, വിത്തൗട്ട് തന്ത്രീസ് പെർമിഷൻ നോ വൺ ക്യാൻ ടച്ച് ദ ഡോർ, ദ്വാരപാലക എക്സെട്ര. സോ ഹീ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഇൻസിഡൻറ്റ് വിച്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ ശബരിമല എന്ന് എന്നോട് പറയുന്നു. രാജേന്ദ്രൻ KU എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, എനിക്ക് ചില സ്മൈലിയൊക്കെ അയക്കുന്നുണ്ട്. മഴ, കട്ടൻ ചായ, പരിപ്പ് വട, പരദൂഷണം കൂടി ഉണ്ടെന്ന് പറയുന്നത്. ശരി, അതൊക്കെ മഴയുടെ ഒരു രസമാണ്. അപ്പോൾ നമ്മളിരുന്നിങ്ങനെ വീട്ടിൽ കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് മഴയൊക്കെ പെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഉണ്ണി പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നത്, മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുടുക്കി. അപ്പോൾ അജയ്കുമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ അജയ്കുമാർ, വലിയ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് സർക്കാർ. തന്ത്രി സ്വാഭാവിക ജാമ്യമല്ല, തന്ത്രിക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ആ കിട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു ഉത്തരവും കിട്ടിയിട്ടുണ്ട്. ഇതിൽ അദ്ദേഹത്തിന് എതിരെ ഒരു കണികയുടെ തെളിവ് പോലും നൽകാൻ SIT കഴിയുന്നില്ല. തെളിവുണ്ട്, പക്ഷേ ഞങ്ങളത് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് SIT പറയുന്നു. ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തിൽ സംശയം ജനിക്കാൻ ഇതൊക്കെ മതിയോ? സംശയം നമ്മൾക്ക് ഏതൊരു ഭാഗത്തും ഉണ്ടാകാം. തൽക്കാലം അതങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഒരു ഭക്തനെന്ന നിലയിൽ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ഞാൻ പറയട്ടെ, 100% കുറ്റത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ് തന്ത്രി. എന്തുകൊണ്ടെന്നാൽ ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അന്ന് കിരണാരെന്ന് ചർച്ചയ്ക്ക് വന്നത്. തന്ത്രിക്ക് നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ ശബരിമലയിൽ ഇല്ല ഇത്തരം കാര്യങ്ങളിൽ. പക്ഷെ താന്ത്രികപരമായ ഉത്തരവ് നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൺമുൻപിൽ തന്നെയാണ് ഈ പാളികളെല്ലാം അഴിച്ചു മാറ്റുന്നതും തിരിച്ചു ഫിക്സ് ചെയ്യുന്നതുമെല്ലാം. അദ്ദേഹത്തിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞില്ലേ? അങ്ങനെ അദ്ദേഹത്തിന് സംശയം തോന്നിയിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായ ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ തന്നെയും
ഒരു വെള്ളക്കടലാസിൽ 2 വരി അദ്ദേഹത്തിന് എഴുതി കൊടുക്കാമല്ലോ, എനിക്കിതിൽ സംശയമുണ്ട്, പൊതുസമൂഹത്തോട് പറയാമല്ലോ, ചാനലിൽ പറയാമല്ലോ, എങ്ങനെ വേണമെങ്കിലും പറയാമല്ലോ. അദ്ദേഹം ചെയ്തോ? ഇത് കേവലം ഒരു ഇൻസിഡന്റ് അല്ല, ഒരുപാട് ഇൻസിഡന്റുകളാണ്. കാണിക്ക വഞ്ചിയിൽ വീഴുന്ന ഏതെങ്കിലും ഒരു സാധനം അടിച്ചു മാറ്റിയതല്ല. ആണെങ്കിൽ കണ്ടില്ല കേട്ടില്ല എന്ന് പറയാം. അമ്പലത്തിന്റെ ശ്രീകോവിൽ ഇരിക്കുന്ന പക്ഷെ അതാണ് ഈ ഇതിൽ പറയുന്നത്. ഫർദർ മിയർ signing of the first Mahasar on 9/7/2019 by itself in the absence of any other indiscriminating circumstance is also not a ground to implicate the petitioner at this stage, especially since the Mahasar was prepared pursuant to the formal decision of the board. ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് നടപ്പിലാക്കുമ്പോൾ അതിൽ ഒപ്പിട്ടു എന്നതൊരു തെറ്റല്ല. ആസ് റൈറ്റ്ലി ആർഗ്യൂഡ് ബൈ the petitioner cannot sit on the judgment over the formal decision of Travancore Devasam Board 5/7/2019 and of 23/2019. ഈ 2 തീയതികളിലായി 5/7/2019 23/3/2019 തിരുവിതാംകൂർ ബോർഡ് എടുത്ത 2 സുപ്രധാനമായ തീരുമാനങ്ങൾ അതിൻ്റെ മുകളിൽ തന്ത്രിക്ക് അതിന് തടസ്സം നിൽക്കാൻ കഴിയില്ല. അത് അംഗീകരിക്കാനേ പറ്റുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. ഇത് സർക്കാരിൻ്റെ തീരുമാനമാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. കറക്റ്റാണ്, അത് കറക്റ്റ്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, അത് കറക്റ്റാണ്. അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നോ ആ തീരുമാനത്തിലെന്ന് എന്റെ ചോദ്യമുള്ളൂ. ഒരു ഭക്തൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, താങ്കൾക്ക് സംശയം ഉണ്ടായിരുന്നു എങ്കിൽ അന്ന് നടയടച്ചിട്ടതുപോലെ അദ്ദേഹത്തിന് പൊതുസമൂഹത്തോട് ഇത് പറയാം. വേണ്ട, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് ചോദിക്കാൻ, നിങ്ങൾ ചോദിക്കൂ എന്ന് പൊതുസമൂഹത്തോട് പറയരുതോ? എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല? അപ്പോൾ അദ്ദേഹത്തിന് ധാർമ്മികപരമായ ഉത്തരവാദിത്തമുണ്ട്, 100% ഉണ്ട്. ഇനിയും ഗവൺമെന്റ് അത് ഉന്നത കോടതിയിൽ പോകുമ്പോൾ അതും ഈ ഇതിൽ പറയുന്നുണ്ട്. ബിസൈഡ്സ് ദി മാനുവൽ ദി പെറ്റീഷണർ ഈസ് ബൗണ്ട് ടു റെൻഡർ ഒപ്പീനിയൻ ഓൺലി വെൻ സോട്ട് ബൈ ദ ബോർഡ് ആൻഡ് ഹിസ് ഡ്യൂട്ടീസ് ആസ് തന്ത്രീസ് ആർ കൺഫൈൻഡ് ടു പൂജാസ്, സെറമണീസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് എലോൺ. അത് മാത്രമേ അതൊക്കെ വ്യാഖ്യാനിക്കപ്പെടും, അതൊക്കെ ഒരുപാട് ഇനിയും വ്യാഖ്യാനിക്കപ്പെടും. താങ്കളുടെ മുമ്പിൽ ഒരു ഇറഗുലാരിറ്റി ആ ഓഫീസർ കണ്ടാൽ, ഇഫ് ഇറ്റ് വാസ് നോട്ട് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ബൈ യു ഡോണ്ട് ഹാവ് എ മോറൽ റെസ്പോൺസിബിലിറ്റി ടു ഇൻഫോം യുവർ ഹയർ അതോറിറ്റി? ഉണ്ടല്ലോ. അതല്ലേ എന്റെ കാര്യമല്ല, നമ്മുടെ കൈയും കഴിയാൻ പോവാന്നോ ചെയ്യുന്നത്? ഞാനിതുപോലെയുള്ള ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി അല്ലാത്തൊരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാലും നമ്മൾക്കത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കും. തെറ്റാണെങ്കിൽ തിരുത്തപ്പെടും, ശരിയാണെങ്കിൽ നമ്മൾ അത് ഇഗ്നോർ ചെയ്യപ്പെടും. അവിടെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ തന്നെ പറയുന്നു, ഇന്ന് സഖാവ് M.E. ഗോവിന്ദൻ പറഞ്ഞത് തന്ത്രി കള്ളനാണെന്നാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ആ സംശയം എനിക്കുമുണ്ട്. പെരുങ്കള്ളനാണ് എന്താണ് പറയുന്നത് മന്ത്രി പെരുങ്കള്ളനാണ്. സുരേന്ദ്രൻ മന്ത്രി, കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി പെരുങ്കള്ളനാണ് അല്ലേ? അല്ല, അദ്ദേഹത്തിന് അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷേ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വരെ അദ്ദേഹത്തിന്റെ കാലത്തിരുന്നവർ സംശയത്തിന്റെ മുൾമുനയിൽ അകത്ത് കിടക്കുമ്പോൾ തനിക്കൊന്നും അറിയില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മളെല്ലാം ഇത് കണ്ടതാ. പുള്ളി ബർത്ത്ഡേക്ക് പോയെന്ന് പറഞ്ഞു, ആരാണ്ടർ 16 അടിയന്തരത്തിന് പോയെന്ന് പറഞ്ഞു, സഞ്ചയനത്തിന് പോയെന്ന് പറഞ്ഞു. അയാൾക്ക് അറിയത്തില്ല അയാൾ എന്തിനാ പോയെന്ന്. അയാൾ ആ പറയുന്നത് ന്യൂസ് ബൈറ്റ്സ് എന്താണ് പറയുന്ന ഇന്റർവ്യൂ ഒക്കെ നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ കംപ്ലീറ്റ് കള്ളമുണ്ട്. സാധാരണ പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ലയിക്കാൻ പറ്റുന്ന കള്ളം അയാൾ തന്നെ പറയുന്നുണ്ട്. അയാളുടെ അന്വേഷണം എത്താതൊന്നും പോകാൻ പറ്റത്തില്ല അവർക്ക്. അയാളെ ഒന്നും രക്ഷിക്കാൻ സർക്കാരിനൊന്നും നടക്കത്തൊന്നുമില്ല. പിന്നെ തന്ത്രിയുടെ കാര്യം ഇതിൽ പണ്ട് പറഞ്ഞതിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. തന്ത്രി സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ബ്ലൈൻഡ് ആണ്, അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല, ഒരു കഴിവില്ലാത്ത ഒരു കഴിവുകെട്ട മനുഷ്യൻ എന്ന് അദ്ദേഹം സ്വയം സമ്മതിക്കേണ്ടി വരും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സിദ്ദിഖ് എന്നോട് പറയുന്നു, സംശയം ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴല്ലേ പ്രശ്നങ്ങൾ പുറത്തു വന്ന്, അതിൽ തന്ത്രിയെ കുറ്റപ്പെടുത്താൻ ആകില്ല എന്ന് സിദ്ദിഖ് പറയുന്നു. അപ്പോൾ ശശിധരൻ പിള്ളൈ ഉണ്ട്. അതോടൊപ്പം തന്നെ തന്ത്രി മാത്രമല്ല മറ്റു പ്രതികളും ജാമ്യത്തിൽ ഇറങ്ങിയല്ലോ, അന്നാരും മിണ്ടിയില്ലല്ലോ, തന്ത്രിയോട് മാത്രമേ സഹതാപമുള്ളൂ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം അത് സിദ്ദിഖാണ് ചോദിക്കും. 2025 മുരളീധരൻ നായർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകനാണ്. അദ്ദേഹം നമ്മുടെ പൊതുവേദിക്കൊപ്പം സ്ഥിരമുണ്ട്. അപ്പോൾ അദ്ദേഹവും പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നോട് നമസ്കാരം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. രഘുനന്ദനൻ തിരുമുല്ലവാര എന്നോട് പറയുന്നത്, ഇപ്പോൾ പുറത്തിറങ്ങിയ ആരും കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല, താൽക്കാലിക ജാമ്യം മാത്രമാണ്
മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അത് ഓക്കെ, പക്ഷേ തന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഏതായാലും ശശിധരൻ പിള്ള പറയുന്നത് എങ്ങനെ ജാമ്യം കിട്ടി, കഴിവുകെട്ട അന്വേഷണം, 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടല്ലേ ജാമ്യം കിട്ടിയത്, ആരുടെ കുറ്റമെന്ന്. അത് തന്ത്രിക്ക് അങ്ങനെയല്ല, സ്വാഭാവിക ജാമ്യമല്ല, അല്ലാതെ തന്നെ 41 ദിവസമാണ് കിട്ടിയത്. ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം തെളിഞ്ഞു വരും എന്ന് മുരളീധരൻ നായർ പറയുന്നു. വീണ്ടും ഒരു നാൾ വരും, ഈ തുടിതുള്ളും സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും എന്ന മധുസൂദനൻ നായരുടെ കവിതയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഈ സിംഹാസനങ്ങൾ, സ്വാർത്ഥ സിംഹാസനങ്ങളൊക്കെ കടൽ തിരമാലകളിൽ തകർന്നടിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വീണ്ടും നാണം കെടാൻ പോണു എന്നാണ് എന്നോട് ആതിര പറയുന്നത്. അപ്പോൾ SIT വീണ്ടും പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല, വീണ്ടും നാണം കെടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ജിയോ പറയുന്നു, തന്ത്രിയെ വെറുതെ വിട്ടോ, ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ, കേസ് ക്ലോസ് ചെയ്തില്ലല്ലോ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് പ്രവീൺ ചെറിയൊരു ഇടവേള ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരാം, ആരും എങ്ങോട്ടും പോകരുത്. നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരായ കേസ്, സർക്കാരിനെതിരെ ആരോപണം BJPയും ഘടിപ്പിക്കുകയാണ്. പ്രസന്നൻ മാള എന്നോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ പ്രസന്നൻ, തന്ത്രിക്കെതിരായ കേസ് ഗൂഢാലോചനയാണ് എന്നാണ് മുൻ ഗവർണർ ആരോപിക്കുന്നത്. അതുപോലെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് നമ്മുടെ സന്ദീപ് വചസ്പതിയും ഒക്കെ പറയുന്നത് ഇത് ഗൂഢാലോചനയാണ്. സന്ദീപ് അന്ന് തന്നെ തന്ത്രിയുടെ വീട്ടിൽ പോയി പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചതാണ്. ശ്രീ പ്രസന്നൻ മാളയ്ക്ക് എന്ത് തോന്നുന്നു? ഒടുവിൽ നിരപരാധിയും നിഷ്കളങ്കനുമായ തന്ത്രിയെ അനാവശ്യമായി പിടിച്ച് അകത്തിട്ടു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ, അതോ ഇത് SITയുടെ കഴിവുകളാണോ? നമസ്കാരം സാർ. നമസ്കാരം. നമുക്കിപ്പോ ലഭ്യമായ ഒരു വിവരം അനുസരിച്ച് ഇപ്പൊ ഒരു കോടതി അങ്ങനെ പറഞ്ഞേക്കാണ്. കാരണം ഇവിടെ ലവലേശം ഇല്ലാതെയാണ് അറസ്റ്റ് ചെയ്തത്, മോശമായി പോയി എന്നൊരു കോടതി ഇങ്ങനെ പറഞ്ഞേക്കാണ്. അപ്പൊ നമുക്കത് വിശ്വസിക്കാതെ ഇപ്പൊ തൽക്കാലം നിർവാഹമുള്ളൂ. പിന്നെ SIT അങ്ങനെ ചെയ്തത് ഒരു പക്ഷേ ഭരണപക്ഷം ഇങ്ങനെ വല്ലാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നപ്പോ ഒരു പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടാവോ, അതിപ്പോ നമുക്ക് സംശയത്തിന്റെ ഒരു സംശയം അവിടെ വരണുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്ത്രി കൂടി അകത്ത് പോയാൽ മറ്റേ നിങ്ങളുടെ ആൾക്കാരും കൂടി അകത്ത് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ കേസിനൊരു വിലക്കുറവ് വരാൻ വേണ്ടിയിട്ട് ഭരണപക്ഷത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണോ നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷേ സംശയം അവിടെ അവശേഷിക്കുന്നുണ്ട്. കോടതി ഇങ്ങനെ പറഞ്ഞു മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രി അകത്തോട്ട് എന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ അതെ, കോടതി പറയാണ്, തീർത്ത് പറയാണ്, സംശയത്തിന്റെ കണിക പോലും ആനുകൂല്യം എന്നല്ല വാക്ക് പറയണേ, സംശയത്തിന്റെ ഇളവിലല്ല. അതായത് SIT രജിസ്റ്റർ ചെയ്ത കേസില് അതായത് കുറ്റം ആരോപിക്കത്തക്ക വിധത്തിലുള്ള ഒരു കണിക പോലും ഇല്ലാതെ കോടതി പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കേണ്ടേ? ഇപ്പൊ അതായത് ശരിയായ പരിശോധന നടത്താതെ ഒരു കോടതി അങ്ങനെ പറയില്ലല്ലോ. അപ്പൊ കണിക പോലും ഇല്ല എന്ന് പറയുമ്പോ നമുക്കത് വിശ്വസിക്കാനാണ് സാധ്യത. ഈ സാഹചര്യ തെളിവുകൾ അങ്ങനെയാണ് നമ്മള് പഠിപ്പിക്കുന്നത്. പിന്നെ സർക്കാരിന്റെ ഒരു ഇതുണ്ടാവോ, ഈ കേസ് വളരെ സങ്കീർണമാണ്. എന്തായാലും കേസ് അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കട്ടെ, കൂടി സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, ദാസൻ, ശ്രീ ദാസൻ കണ്ണൂർ. നമ്മൾ ശ്രീ ദാസനുമായിട്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. ശ്രീ ദാസൻ സുഖമായിരിക്കുന്നു? അവിടെ മഴയുണ്ടോ? കോഴിക്കോടിന്റെ മലയോര പ്രദേശങ്ങളിലൊക്കെ മഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീ കണ്ണൂരിന്റെ ഉണ്ടോ? മലയോര പ്രദേശങ്ങളിൽ മഴയുണ്ടോ? മഴ നമ്മളെ ചെറുപുഴ ആലക്കോട് ആ ഭാഗത്തൊക്കെ പെയ്തു. ആലക്കോട് ശ്രീകണ്ഠാപുരത്ത് പെയ്തില്ല. കുറച്ച് അപ്പുറം 15 കിലോമീറ്റർ അപ്പുറം പെയ്തു. അത് ശരി. ഓഹോ, അത്യാവശ്യം കുഴപ്പമില്ലാതെ മഴയായിരുന്നു. ചൂട് സഹിക്കാൻ പറ്റുന്ന മനു, ഭയങ്കരമായ ചൂടാ. അവിടെയൊക്കെ നല്ല കാലാവസ്ഥയുള്ള സ്ഥലമല്ലേ ശ്രീകണ്ഠാപുരം? നിറയെ മരങ്ങളും ആ പുഴയും, പുഴയൊക്കെ അടിപൊളി പുഴയല്ലേ? കൂടി വരുവാ. പുഴയും വെള്ളമൊക്കെ ഉണ്ട്, പക്ഷെ ചൂട് കൂടി വരുവാ. ചൂട് കൂടുന്നു. ഞാൻ നോക്കി വന്നപ്പോഴൊക്കെ നല്ല സ്ഥലമായിരുന്നു. അവിടെ കണ്ടാൽ അവിടെ വിട്ട് പോകാൻ തോന്നാത്ത സ്ഥലം. നല്ല സ്ഥലം അതൊക്കെ രമണീയമായ സ്ഥലം. മനു പോരെ? ഞാൻ വരാം. ഞാൻ വന്നാൽ എനിക്ക് ശ്രീ ദാസന് പിന്നെ എന്താ കപ്പയെന്തോ തരാന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയില്ലേ? 1, 2, 3 മാസം നല്ല ഏത് തരത്തിലെ സൗകര്യം ഞാൻ ചെയ്തു. ഒറ്റക്ക് താമസിക്കുന്ന നല്ല സൗകര്യമുള്ള വീടാണ്, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് 1, 2 ദിവസം താമസിക്കാൻ പോയി. അമ്മയും അടക്കം കൂട്ടിക്കോ, അമ്മയെ അടക്കം കൂട്ടിക്കോ, കുടുംബം അടക്കം കൂട്ടിക്കോന്നേ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ കാര്യത്തിൽ പറഞ്ഞാല് ഞാൻ ഈ പിന്നെ പോറ്റി അത്ര നിഷ്കളങ്കനാന്ന് ചിന്തിക്കുന്ന ആളല്ല. ശരി. ഈ ഫോർട്ടിൽ ഇയാൾ ആര് നമ്മളെ പിന്നെ രാജീവര് കണ്ഠരര് രാജീവര്
നിഷ്കളങ്കനാണ് ചിന്തിക്കുന്ന ആളല്ല. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ഈ എല്ലാ സ്ഥലത്തും കയറ്റിക്കൊണ്ടുപോയി ഇയാളാണ്. പക്ഷെ അത് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം അതിന് പറയുന്ന താനാണ് കൊണ്ടുവന്നത് എന്ന തരത്തിലൊരു പ്രതീതി ഉണ്ടാക്കി. പക്ഷേ അങ്ങനെയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ പലതരത്തിൽ അവിടെ ഉണ്ടായിരുന്നു, ഗാർഡായും. അയാൾ അച്ഛനും ഉൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ നമ്മള് ഈ കണ്ഠരര് മോഹനരെ അനിയനാണല്ലോ ഈ രാജീവര്. അത്ര നല്ല, അതായത് അയാളെ ശരീരഭാഷയും അയാളെ വീടും അയാളെ സിറ്റുവേഷൻ കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാഹുൽ ഈശ്വരൻ വന്നിട്ട് സകല സഹായ കമ്മീഷൻ വേണമെന്ന് നിങ്ങൾ പറയും. കാരണം ഇയാളൊക്കെ ശരിക്കും പറഞ്ഞാണല്ലോ ഇയാള് കുറ്റം ചെയ്തില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന ഒരു ജാമ്യം പഴയ ആൾക്കാരും കിട്ടി എന്ന് വെച്ചാൽ ആരും കുറ്റം ചെയ്തില്ല എന്നല്ല അർത്ഥം. ഇപ്പൊ ബാസു പോലെ എല്ലാ ആൾക്കാരും പുറത്തിറങ്ങിയെങ്കിലും കുറ്റമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇയാള് ഉള്ളിൽ പോകേണ്ട ആളാണെന്നുള്ള കുറച്ച് വിശ്വസിക്കാതെ. കാരണം ഇയാൾക്ക് കുറെ തട്ടിപ്പ്. ഇയാളെ ശരിക്കും ഇയാളെ ശരീരഭാഷ, ഇയാളെ വീട്, ഇയാൾ ചുറ്റുപാട്, ഇയാൾ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എന്റെ ആത്മാർത്ഥമായ വിശ്വാസം ഇപ്പൊ ഇതിപ്പോ ഈ ഷാജസ്കാരിയും നമ്മളെ ഷാജഹാനും കൂടിയിട്ട് രാഹുൽ മാമൂദിനെ വെളുപ്പിക്കുന്ന പോലെ കുറെ മാധ്യമക്കാർ കൂടിയിട്ട് ഇയാളെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു മനു. ഓക്കെ, ശരി. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം ഏതായാലും വ്യക്തമാണ്. അപ്പോൾ ശ്രീകണ്ഠാപുരത്ത് വരുമ്പോൾ എനിക്ക് നല്ല ഭക്ഷണമൊക്കെ തരാമെന്നാണ് ശ്രീ ദാസൻ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ശ്രീകണ്ഠാപുരത്തേക്ക് പൊക്കളയാം. ഉമേഷ് കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഉമേഷ്. നമസ്കാരം മനു സാറേ. നമസ്കാരം. ശ്രീ ഉമേഷ്, ഇതൊക്കെ കേൾക്കുമ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? എന്താണ് ശ്രീ ഉമേഷ് തോന്നുന്നത്? പക്ഷേ ഇത് ഇപ്പോ ഞാൻ അങ്ങനെ പറയല്ല. ഇത് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന മനോഭാവത്തോടെയല്ല പറയുന്നത്. ഇതൊന്നും എവിടെ എത്തില്ല എന്നാണ് കരുതുന്നത്. ഒരു അതായത് സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ഇതെല്ലാം നോക്കിക്കാണുമ്പോൾ ഇതൊക്കെ മുതിർന്ന, അതായത് മന്ത്രി തലങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഉന്നതരിലേക്ക് എത്തുമ്പോൾ ഇതൊന്നും എവിടെ എത്താതിരിക്കാനുള്ള ഒരു തന്ത്രമാണോ ഈ തന്ത്രിയെ കുടുക്കിയതെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അതല്ലാതെ ഒരു ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ഒരു കേസിൽ കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ ഹാജരാക്കിയില്ലെങ്കിൽ ഈ കക്ഷികൾക്കൊക്കെ ജാമ്യം ലഭിക്കുമെന്നുള്ളതൊക്കെ നിയമപാലകർക്ക് ഇതൊക്കെ അറിയാവുന്നവരാണ്. ഇത് അന്വേഷിക്കുന്നതും കാര്യമൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളെല്ലാം അറിയാവുന്നവരൊക്കെ ഇതിലുണ്ടായിട്ടും ഇതിന്റെ പോക്ക് നേരെയല്ല പോകുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഇതെല്ലാം വെറുതെ രാഷ്ട്രീയ പ്രേരിതമായി നേരത്തെ ശശിധരൻ നായർ പറഞ്ഞ പോലെ ഇതൊക്കെ ഭയങ്കര കോലാഹലമായിരിക്കും വരും. ഇതുപോലെ എത്ര കേസുകൾ നമ്മൾ കാണുന്നു, എവിടെ എത്താതെ മറ്റേ ആ മീറ്റു കേസ് പോലത്തെ ഭയങ്കര ഒച്ചപ്പാടും ബഹളം എല്ലാം അവസാനം അത് ഒരു ഉന്നതയിലേക്ക് എത്തുന്നതും അതില്ലാതായി. പിന്നെ ലാവലിൻ കേസ് പോലത്തെ, അതായത് ടി പി ചന്ദ്രശേഖരൻ കേസ് പോലത്തെ ഓർക്കൊന്നും ഈ ടി പി ചന്ദ്രശേഖരനായിട്ട് യാതൊരു വൈരാഗ്യമില്ലാത്ത ആൾക്കാരാണ്. അതൊക്കെ എവിടെയെങ്കിലും എത്തിച്ചേരും എന്നുള്ളവരും എവിടെ എത്താത്ത സ്ഥിതിയിലാവും. ഇതൊക്കെ അതുപോലെ അങ്ങ് പോകുന്നേ ഉള്ളൂ. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ പറഞ്ഞു. ഓക്കെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സിദ്ദിഖ് മനു യു ആർ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തംസപ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ സിദ്ദിഖിനും എൻ്റെ 2-3 തംസപ്പുകൾ. സിദ്ദിഖ് ഇങ്ങനെയൊക്കെ ആളുകൾ എന്നെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഞാൻ വല്ലാതെ സന്തോഷവാനാവും, അല്ലെങ്കിൽ എന്താ പറയുക, സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്നത്. അപ്പോൾ ഷിജു എന്നോട് ചോദിക്കുന്നത് കാപ്പിയൊക്കെ ഇടവേളയിൽ കുടിക്കുന്നുണ്ടോയെന്ന്. ഡിഡ് യു ഹാവ് യുവർ കോഫി ഡ്യൂറിങ് യുവർ ഇടവേള എന്ന് ചോദിക്കുന്നത്. എനിക്ക് വളരെ ചുരുങ്ങിയൊരു സമയമല്ലേ ഇടവേള കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല എനിക്ക് ഇവിടെ ചായ ഒന്നും അങ്ങനെ പ്രവീണ തരുന്നില്ല. പലപ്പോഴും ഈ ആളുകൾക്കായിട്ട് വല്ലാതെ ബഹളം വെച്ച് ഭയങ്കര ഒച്ചത്തിലൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ കൊടുത്തയക്കും. അതാണ്, അല്ല കാപ്പി കിട്ടുന്നില്ല. അപ്പോൾ ഇത് പ്രവീണയും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ആളുകൾ എനിക്ക് കാപ്പി ഒക്കെ തരുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീ ശശിധരൻ പിള്ള പറയുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതുവരെ മാത്രമേ ഈ ബഹളം ഉണ്ടാവൂ, അതെല്ലാം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെല്ലാം മുങ്ങും എന്ന് പറയുന്നു. ക്രിയേറ്റീവ് മൈൻഡ് പറയുന്നത് അന്വേഷണം, SIT അന്വേഷണം ആട് പ്ലാവില കടിച്ചതുപോലെയാണ്, എല്ലാ ഇലയും കടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മണികണ്ഠൻ എന്നോട് പറയുന്നത് എല്ലാ ജഡ്ജിമാരും സത്യസന്ധതയുള്ളവരാണോ എന്ന് ചോദിക്കുന്നു. ശിവശങ്കർ എന്നോട് പറയുന്നത്, മണികണ്ഠൻ, നമ്മൾ കോടതി നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ. അപ്പോൾ നമ്മൾ കോടതികളെ ബഹുമാനിക്കുക. സത്യസന്ധത എന്നതിനപ്പുറത്ത് അതിന് റിവ്യൂ ഉണ്ടല്ലോ, റിവ്യൂ ചെയ്യാനൊക്കെയുള്ള സംവിധാനമുണ്ട്. അപ്പോൾ കോടതിയെ നമ്മൾ പിന്നെ സത്യമാണോ അല്ലയോ എന്നല്ല, അതൊരു നിയമ സംവിധാനമായിട്ട് തന്നെ ബഹുമാനത്തോടു കൂടി കണ്ടില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന് വലിയ ഒരു പ്രശ്നം സംഭവിക്കും. അപ്പോൾ ശിവശങ്കർ എന്നോട് പറയുന്നു, SITയെ ഇനിയും ദേവസ്വം ബെഞ്ച് വെള്ളപൂശുമോ, കാത്തിരിക്കാം,
സ്വാമി ശരണം എന്ന് പറയുന്നു. പ്രസന്നൻ മാള പറഞ്ഞ് 100% കറക്റ്റാണെന്ന് ശശിധരൻ പിള്ള പറയുന്നു. മുരളീധരൻ നായർ MN 5782 ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകനാണ്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, മനുവിൻ്റെ പൊതുവേദി മഞ്ജുഷിൻ്റെ 7 മണി പ്രോഗ്രാമിൽ ഞങ്ങൾ സകുടുംബം കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ മുരളീധരൻ നായർ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഇരുന്ന് പരിപാടി കാണുന്നതെങ്കിൽ ആ കുടുംബാംഗങ്ങളോടൊക്കെ എൻ്റെ ആശംസകൾ അറിയിക്കണം. ആരൊക്കെ അവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും കുടുംബത്തിലെ എല്ലാവരോടും എൻ്റെ ആശംസകൾ അറിയിക്കുക. ഗ്ലാഡിയേറ്റർ പറയുന്നു ഈ കേസ് അട്ടിമറിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നു. ക്രിയേറ്റീവ് മൈൻഡ് പറയുന്നു ആടിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയ SIT അതിന് തെങ്ങിൽ കെട്ടി ആ തെങ്ങിൽ തേങ്ങാമോഷണം നടത്തിയോ എന്ന് അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. നേരറിയാൻ CBI വരണം എന്നൊക്കെയാണ് ഗ്ലാഡിയേറ്റർ പറയുന്നത്. ഇങ്ങനെ ധൃതി പിടിക്കേണ്ട, അന്വേഷണം കഴിഞ്ഞില്ലല്ലോ എന്ന് മണികണ്ഠൻ എ പറയുന്നു. ശശിധരൻ പിള്ള പറയുന്നത് ദാസൻ പറഞ്ഞാൽ പോരല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമായ തെളിവ് കൊണ്ട് കോടതിയിൽ കൊടുക്കണ്ടേ എന്ന് പറയുന്നു. ജിയോവ എന്നോടൊപ്പം ചേർന്നുണ്ട്. ജിയോവ ഒരു വലിയ കമൻറ്റ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അത് പക്ഷേ മലയാളത്തിലാണ്, ഇംഗ്ലീഷ്. ഇത് എല്ലാ മതത്തിലും ഉള്ളതാണ്. എല്ലാ മതങ്ങളിലും ഉള്ളതാണെന്നാണ് പറയുന്നത്. ഓക്കെ. മുരളി എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. 3675 ഹായ് മനു എന്ന് എന്നോട് പറയുന്നുണ്ട്. മുരളീസിക്കും എൻ്റെ ഹായ്. SITയോട് തൊടുവ് കൊടുക്കാൻ പറയണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ തന്ത്രീനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് അറസ്റ്റ് നടത്തിയേക്കുന്നത്. തെളിവുകളാണെങ്കിൽ യാതൊന്നും ഇല്ലതാനും. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ശബരിമല കൊള്ളയിന്ന് സർക്കാരും അതുപോലെ മന്ത്രിമാരും ഒക്കെ രക്ഷപ്പെടാന്നാണ് ധരിച്ചിരുന്നാണ് ഈ കാര്യങ്ങൾ നീക്കിയേക്കണത്. ഇപ്പൊ ഇലക്ഷൻ തന്നെയാണുള്ള. അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഇലക്ഷനിൽ ഇനി രണ്ടാമത് ഭരണത്തിൽ വരാന്നുള്ള ഒരു ഇതിലൊക്കെയാണ് സർക്കാർ ഇത്രയും മദ്യലോബിയിൽ നിന്ന് കൊള്ളകൾ മേടിച്ചുകൊണ്ട് ഈ ഇറക്കി ഇത് ചെയ്യാനാന്ന് വെച്ചത്. കാരണം ഇത് ഒത്തിരി പൈസ ഇറക്കി ജയിക്കാന്നാണ് ധാരണയെങ്കിൽ അത് തെറ്റി. കാരണം ജനങ്ങൾക്കൊക്കെ മനസ്സിലായി. കാരണം ഒരു തെളിവില്ലാതെ ഇത് അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ വൈരാഗ്യം തീർക്കലാണെന്നും ഈ തന്ത്രി ഈ സർക്കാർ പറഞ്ഞിട്ട് കേൾക്കാത്തതിന്റെ അത് ഒരു കാര്യങ്ങളും കേട്ടിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ പേരിലുള്ള ഒരു ശത്രു എന്നുള്ള ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ കൊള്ള എന്തായാലും ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഈ ഇലക്ഷനിൽ അത് പ്രതിഫലിക്കും എന്നുള്ള യാതൊരു ഇതുമില്ല. കാരണം ഈ സർക്കാരിനെ ഈ കള്ളന്മാരെ തൂത്തെറിയും ജനങ്ങൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന്. ശരി, വ്യക്തമാണ്. അപ്പോൾ എന്നോട് മണികണ്ഠൻ പറയുന്നത് ഏകദേശം 20 വർഷത്തെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതങ്ങോട്ട് കഴിഞ്ഞോട്ടെ, കോൺഗ്രസിൻ്റെയും BJPയുടെ ഒക്കെ നെഞ്ചിടിപ്പ് കൂടാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അനിയൻകുട്ടൻ പത്തനംതിട്ടയിൽ നിന്നാണ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത്. ശ്രീ അനിയൻകുട്ടൻ. സാറേ നമസ്കാരം. നമസ്കാരം. സ്വാമിയെ ശരണമയ്യപ്പ. പല പ്രേക്ഷകരും പറഞ്ഞ പോലെ തന്നെ മന്ത്രിയകത്ത് മന്ത്രി പുറത്ത്. ഇത് വാസ്തവല്ല. ഇതമാർക്ക് ഇവര് കഴിഞ്ഞ പ്രാവശ്യം 19 തന്നെ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി അവിടെ നടത്തിയ ഉടായ്പ നാടകം കണ്ടില്ലേ? അന്ന് മുതലേ ഇവര് ശബരിമല ചുമലമഷിക്ക് വട്ടം വരച്ചിട്ടേക്കുക. തകർക്കും ഞങ്ങള്, എന്ത് വന്നാലും ഞങ്ങൾ തകർക്കും. ഭരണഘടനയോ ഇവിടുത്തെ നിയമമോ ഒന്നും അവർക്കൊരു വിഷയമല്ല. ഇന്ന് തന്നെ MP ഒന്നും പറഞ്ഞു കേട്ടില്ലേ? കരിമ്പട്ടിയപ്പോ പിന്നെ തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടിയായിരുന്നു. എന്നാ ഈ MP ഒന്നും പറയണ്ടേ? ഈ തെളിവെല്ലാം കൂടെ കോടതി കൊണ്ട് കൊടുത്തു. 90 ദിവസം കഴിഞ്ഞില്ലേ? ഈ പേരെ ഉടായ്പ സംഘം എന്ന് പറഞ്ഞാൽ ഇവർ പണം ഉണ്ടാക്കുക. പിന്നെ ബംഗാളിലും ഇവർ ത്രിപുരയെ സംഭവിക്കാവുന്ന എല്ലാവരും പണം ഉണ്ടാക്കിയോ. അങ്ങേയറ്റം പോയാൽ 10-15 കൊല്ലം അല്ലെ 6-7 കൊല്ലം പോയി ജയിലിൽ കിടക്കും. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. പാത്രം കഴുകാനും പോകണ്ട, ചടി കഴുകാനും പോകണ്ട, വിറക് വെട്ടി കയറാനും വെള്ളം കോരാനും പോകണ്ട. അതിന് പണം ഉണ്ടാക്കാനാവുന്ന അഴിമതി സർക്കാരായത്. ഇവരത്രയും പെട്ടെന്ന് ഇവരെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടോ? നാണക്കേടാ നമ്മുടെ കേരളത്തിന്. വെറും പക്ക കള്ളന്മാരാ. വന്ന് ഓരോരുത്തർ പറയുന്നത് കേട്ടില്ലേ? വ്യക്തമാണ്. അപ്പോൾ അഭിപ്രായം കൃത്യമാണ്. നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ടാണ്. അന്യൻകുട്ടൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം കൂടുതൽ വിശദമായി സംസാരിക്കാം. ക്രിയേറ്റീവ് മൈൻഡ് എന്നോട് പറയുന്നത് CMRL എക്സാലോജിക് വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള PIL ഇപ്പോഴും കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. നിലവിൽ ദേവസ്വം ബെഞ്ച് ജഡ്ജിയായ ജസ്റ്റിസ് KV ജയകുമാറാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്നോട് പറയുന്നു. അരുന്ധതി കോലംപറമ്പത്ത് നമസ്കാരം മനു എന്ന് പറയുന്നു. അരുന്ധതി അപ്പോൾ അരുന്ധതിക്ക് ഈ ഹോളിഡേ ആഘോഷിക്കുകയായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. മുരളി പറയുന്നു കാട്ടുകള്ളന്മാരുടെ പട്ടികയിൽ മുകളിലുള്ളവരുടെ പേര് കൂടി മാഷിനോടൊന്ന് നോക്കാൻ പറയണം എന്ന് ശ്രീ മുരളി പറയുന്നു. അപ്പോൾ ഏതായാലും പട്ടികയിൽ ഉണ്ടെന്നാണല്ലോ. അപ്പോൾ ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശ്രീനിവാസൻ, നമ്മുടെ സമയം കഴിഞ്ഞു എങ്കിൽ അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ട് ഒരു ചുരുങ്ങിയ വാക്കുകളിൽ. ഇതൊന്നും നടക്കില്ല സാറേ. ഒരു കേസും നടക്കില്ല. CBI വന്നാലും
എന്ത് കേസ് വന്നാലും ഇപ്പൊ എവിടെ എല്ലാം ആവിയായി പോയില്ലേ? ഈ ഒരു കുറ്റപത്രം സമ്മതിക്കാൻ പറ്റാത്ത ഇവര് SIT എന്തിന് ഇനി ഇതൊക്കെ നാണം കെട്ട പണിക്ക് പോകണം? ഇതൊന്നും നടക്കില്ല. ഇവിടെ പിണറായി വിജയനുള്ളിടത്തോളം കാലം, മോഡി സർക്കാർ അവിടെയുള്ളിടത്തോളം കാലം ഇതൊന്നും നടക്കില്ല. ഇതൊക്കെ ആവിയായി പോവും. തന്ത്രീനെ പിടിക്കാണ്ട് മന്ത്രിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പണികളാണ് ഇവിടെ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഈ സമയം കഴിഞ്ഞുകൊണ്ടാണ് അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും അടുത്ത ദിവസം സംസാരിക്കാം. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഇത് സർക്കാരിനെ ഒരു പ്രതിസന്ധിയിലാക്കിയോ എന്നാണ് ഞാൻ പ്രധാനമായും അവിടെ ചോദിച്ചത്. തന്ത്രിയുടെ ആരോപണം ഇടത് സർക്കാരിനെ കുരുക്കിയോ എന്ന ചോദ്യത്തിന് 87% ആളുകൾ പറഞ്ഞിരിക്കുന്ന അവരൊരു കുരുക്കിലാണ്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന് പറയുന്നു. അതേസമയം 13% ആളുകൾ ഇല്ല, ഇത് സർക്കാരിന് ഇതൊരു പ്രശ്നമേ ആയിട്ടില്ല എന്ന നിലപാടും ആണ് സ്വീകരിക്കുന്നത്. ഏതായാലും ഒരു കോടതിയുടെ നിരീക്ഷണം ഒരു തുടക്കം മാത്രമാണ്, അത് ഒരു അവസാന വാക്കല്ല എന്ന് നമുക്കറിയാം. കൂടുതൽ മേൽക്കോടതികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അന്വേഷണവും നീണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. സത്യം മറയ്ക്കാൻ ശ്രമങ്ങളുണ്ടാകാം, പക്ഷം എന്തൊക്കെയായാലും ഒടുവിൽ ഒരു നാൾ സത്യം പുറത്തു വരും. അതിനാൽ വിധിയുടെ അതിരുകൾക്കപ്പുറം അന്തിമ സത്യം പുറത്തു വരുന്ന ആ നാളിനായി നമുക്കും കാത്തിരിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.